ജിമ്മിൽ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട്സ് ആണ്. നമ്മൾ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, കോഴിമുട്ട വേണോ, താറാമുട്ട വേണോ, ഏത്തപ്പഴം വേണോ, റോബസ്റ്റ് വേണോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായാൽ മതി. നീ ഇപ്പോൾ 1 കിലോ ചിക്കൻ, ഈ 1 കിലോ ചിക്കൻ നമ്മൾ ബോഡിക്ക് ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ബോഡി ഒബ്സർവ് ചെയ്യില്ല. മറിച്ച് ഈ ഒരു മീലിനെ നമ്മൾ സ്പ്ലിറ്റായി കൊടുക്കണം. അപ്പൊ നീ വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഏതൊരു മീലാണെങ്കിലും ആ മീലിനെ ഒരു 2-3 hours വിട്ട് നമ്മൾ മീൽ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. ബോഡിയിൽ ആ ഗ്രാഫ് എപ്പോഴും ആ ഒരു ട്രാക്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ നല്ലൊരു വർക്ക്ഔട്ട് പ്ലാൻ, നല്ലൊരു ട്രെയിനിങ് ഗൈഡൻസ്, അതേപോലെ തന്നെ നല്ലൊരു സ്ലീപ്പ്, വാട്ടർ ഇൻടേക്ക് എല്ലാം പ്രോപ്പർ ആണെങ്കിൽ നമുക്കൊരു 6-7 months നല്ലൊരു ഫിസിക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ആ സമയത്തെങ്കിൽ നീ മോട്ടിവേറ്റഡ് അല്ല, നീ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. മോട്ടിവേഷനും ഡിസിപ്ലിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീ ഒരു ഫിലിമോ അല്ലെങ്കിൽ ചെറിയൊരു റീൽ ക്ലിപ്പോ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആയി ജിമ്മിൽ വന്ന് 2 വെയിറ്റ് അടിച്ചു, അയ്യോ മേലുവേദന, അയ്യോ കാലുവേദന, നെക്സ്റ്റ് ഡേ ആ മോട്ടിവേഷന്റെ ഒരു ഫയർ ഇല്ല. മറിച്ച് യു ആർ എ ഡിസിപ്ലിൻ പേഴ്സൺ, യു ക്യാൻ അച്ചീവ് എനിത്തിങ് എനിവേ. ആൻഡ് നീ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നീ ഡെയിലി ആ ഒരു എന്താണ് നീ ചെയ്യുന്ന റൂട്ടീൻ, അത് നീ കാലങ്ങളോളം നിന്റെ ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടായിട്ട് നീ കൊണ്ടു നടക്കാൻ പറ്റും. ആ സമയത്ത് നിനക്ക് ഒരു ഈസി ആയിട്ട് ഈ ഒരു ഡ്രീം ഫിസിക് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു ഈസി ആയ ഒരു കാര്യമായിട്ട് മാറും.